ഇപ്പോൾ എത്ര വാഹനമുണ്ട്? എനിക്കോ? എനിക്ക് 8 വാഹനമുണ്ട് സ്വന്തമായി. എങ്ങനെയുള്ള വണ്ടികളാണ്? അത് ഇങ്ങനെ ക്ലോസ്ഡ് കണ്ടെയ്നറാണ്. ക്ലോസ്ഡ് കണ്ടെയ്നറാണ്. ഇപ്പം താങ്കൾ ചെയ്യുന്ന ബിസിനസ്സിന് പ്രത്യേക ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം? ലൈസൻസ് ഒന്നും വേണ്ട. വേണ്ട. ഒന്നും വേണ്ട. ഈ ഓഫീസൊക്കെ ഫംഗ്ഷനിങ് അല്ലേ? അതെ, ബാൻഡൂപ്പിൽ. ഓഫീസിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ ഓഫീസിന് ചെറിയൊരു ഇത് മതി. നമ്മൾ എന്താ പറയുന്ന ഒരു മുനിസിപ്പാലിറ്റി ഒരു രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. അത് മാത്രം മതി. അതല്ലാണ്ട് ലൈസൻസ് ഒന്നും വേണ്ടി വരുന്നില്ല. ഇതുവരെയായിട്ട് എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ചെയ്ത് ഒരു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തുടങ്ങിയതിന് ശേഷം ഓരോ വർഷം തോറും കയറി വരുന്നുണ്ടല്ലോ കാര്യങ്ങൾ? ഓരോ വർഷം ചെയ്യുന്നുണ്ട്. ഞാൻ മാക്സിമം അത് ക്വാളിറ്റിയിൽ കൊണ്ടുവന്ന് തന്നെയാണ് നോക്കണത്. ഇപ്പം നമ്മുടെ സാധനമൊക്കെ ഞാൻ വാട്ടർ പ്രൂഫ് പാക്കിങ്ങാണ് ചെയ്യുന്നത്. എല്ലാ സാധനവും ഒറ്റ സ്റ്റാൻഡേർഡ് പാക്കിങ്. ഒരു വീട്ടിൽ ഒരു 90 ഐറ്റം, 98 ഐറ്റം, 150 ഐറ്റം ഉണ്ടെങ്കിൽ ആ 150 ഐറ്റം ഒറ്റ സ്റ്റാൻഡേർഡ് പാക്ക് ചെയ്യണം നിർബന്ധമാണ് നമുക്ക്. അല്ലാതെ കസ്റ്റമേഴ്സിന് അത്ര അറിയത്തില്ല നമ്മൾ ഇത്ര വളരെ നീറ്റായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ചിലർ പറയാം TV, ഫ്രിഡ്ജ് ഇങ്ങനെയുള്ള സാധനം ഭയങ്കര സൂക്ഷിക്കണം, ബാക്കിയുള്ളതൊക്കെ എങ്ങനെയും പൊക്കോട്ടെന്ന് പറയും. ഈ സാധനം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇല്ലേ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അവർ പറയും. അവർ പ്രോബ്ലം പറയും, അയ്യോ ഞങ്ങൾ ഈ സാധനം അങ്ങനെ ആയല്ലോ ഇങ്ങനെ ആയല്ലോ എന്താ ചെയ്യാൻ. പക്ഷേ അതുകൊണ്ട് അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി ബിഗിനിങ്ങിനൊക്കെ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ എല്ലാം ഒരേ യൂണിഫോത്തിൽ പാക്ക് ചെയ്യും. ബിൽഡിങ്ങിന് പുറത്തിറങ്ങി കഴിയുന്നതാണ് ഈ സാധനം എന്താ TV ആണോ, ഫ്രിഡ്ജാണോ, കസേരയാണോ, സ്റ്റൂളാണോ ഒന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അറിയത്തില്ല. ഞങ്ങൾ അതിലൊരു ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. കളർ ഐഡൻറ്റിഫിക്കേഷൻ കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് സ്പെഷ്യലി ഞാൻ എൻ്റെ കാർഗോയിൽ ചെയ്യുന്നത് പെട്ടെന്ന്. കാര്യം ഒരു വണ്ടി പോകുമ്പോൾ അത് 2-3 പേരുടെ സാധനം കാണും. ഈ 3 പേരുടെ സാധനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ ഡീസലിൻ്റെയൊക്കെ റേറ്റും വണ്ടിയുടെയൊക്കെ റേറ്റ് കൂടിയപ്പോൾ നമുക്ക് അതനുസരിച്ച് കസ്റ്റമേഴ്സിന് എടുത്ത് അത്രയും പൈസ വരത്തില്ല. ഒരു മീഡിയം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 20,000 25,000 അതിൻ്റെ മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല അവർ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാം, ഇത് അവരുടെ റേറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി ലെങ്ത് കൂടിയ വണ്ടി എടുക്കുക. ആദ്യം നമ്മൾ 10 ഫൂട്ടുള്ള വണ്ടി, ചെറിയ വണ്ടിയെ തുടങ്ങിയത്. ഇപ്പം നമ്മളുടെ വണ്ടി 22 ഫീറ്റിൻ്റെ വണ്ടിയാണ്. ഇനിയിപ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ ഞാൻ അത് കുറച്ചുകൂടെ 2 ഫീറ്റൂടെ നീളം കൂടിയാൽ എനിക്കൊരു ചെറിയൊരു കസ്റ്റമറേക്കുള്ള അതിൻ്റെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ രീതിയിൽ അത് നോക്കണത്. അതിപ്പോൾ അറ്റ് എ ടൈമിൽ പല കസ്റ്റമേഴ്സിനും കൂടാക്കും. ഒരു 2-3 പേരുടെ ആയിരിക്കും. ഇപ്പോൾ കോട്ടയത്ത് പോകുന്നൊരു കസ്റ്റമറിൻ്റെ കൂട്ടത്തിൽ എറണാകുളം കാണും, ഒരു തൃശ്ശൂരും കാണും. അപ്പോൾ ഒരേ സമയത്തായിട്ട് കിട്ടുക ഇവരൊക്കെ ലഭിക്കേണ്ടതായിരിക്കും. അതിന് വേറെ ടെക്നിക്കുണ്ട്. അവരോട് ഞങ്ങളൊരു ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതിനൊരു ഫ്ലോ ഉണ്ട്. അവർക്ക് നമ്മളൊരു 1 വീക്ക് ടൈമാണ്. ഒരു ഫുൾ കൺസൈൻമെൻ്റ് ആണ് 5 to 7 ഡേയ്സാണ് നമ്മൾ ടൈം കൊടുക്കുന്നത്. അത്ര ഇല്ല കുറച്ചുണ്ടെങ്കിൽ നമ്മൾ 10-15 ഡേയ്സ് പറയും. അത് അവരോട് നേരത്തെ പറയും, നിങ്ങളുടെ റേറ്റ് റെഡ്യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇതുപോലെ ഇച്ചിരി ടൈം എടുക്കുക, കുഴപ്പമൊന്നുമില്ല. റേറ്റ് കുറയാമെന്ന് പറഞ്ഞാൽ കുശായല്ലോ, അവരിപ്പോൾ സന്തോഷമായല്ലോ. അപ്പം നമ്മൾ അത് അപ്പം നമ്മൾ കണ്ടെത്തും കസ്റ്റമർ. യെസ് ഇവിടെ വെയർ ഹൗസ് ഉണ്ട് നമുക്ക്. ഐറോളിൽ എനിക്ക് വെയർ ഹൗസ് ഉണ്ട്. അപ്പം നമ്മൾ ഡെയിലി 2-3 സ്ഥലത്തുനിന്ന് വരുന്ന സാധനങ്ങൾ അവിടെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യും. അപ്പോൾ വണ്ടി വിടുന്ന തന്നെ വന്ന് ആ രീതി അനുസരിച്ച് കയറ്റി വിടും. അപ്പം നമുക്കും വണ്ടി ഫുള്ളായിട്ടേ പോകത്തുള്ളൂ, ഒട്ടും കാലി വരത്തില്ല. ചിലപ്പോൾ കണ്ണൂരിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്, ഇപ്പോൾ കാസർഗോഡ് തന്നെ തുടങ്ങേണ്ടി വരും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഡെലിവറി കൊടുക്കുന്നത്. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ പല കസ്റ്റമേഴ്സിൻ്റെ ഇത് കൊണ്ടുപോകുമ്പോൾ എപ്പോഴെങ്കിലും കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാകും, മാറിപ്പോകുക അങ്ങനെയുള്ള സംഭവിച്ചിട്ടുണ്ട്? ആദ്യകാലത്ത് വന്നിട്ടുണ്ട്. ഒരു സാധനം വല്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം, അല്ല മുഴുവനും കൂടെ മാറില്ല. അതിനിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നറിയാം, അതിനിപ്പോൾ നമ്മൾ അവർക്കൊരു അതാ ഞാൻ പറഞ്ഞു ഒരു കളർ കോഡ് കൊടുത്തെന്ന് പറഞ്ഞില്ലേ, ഡിഫറെൻ്റ്. അതൊരു 2 inches by 2 inch അതിൻ്റെ ഒരു കളർ, ഒരു റെഡ്, ഒരു പാർട്ടിക്ക് ഗ്രീന്, യെല്ലോ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതേ ഞങ്ങൾ ആ പാർട്ടിക്ക് പോയി 56 ഐറ്റം ഉണ്ടെങ്കിൽ 56 ഐറ്റത്തിൻ്റെ മുകളിൽ ഒരു ഗ്രീൻ സിഗ്നൽ, ഒരു അവരെ ഇൻഫോം ചെയ്യുമോ, പാർട്ടി ഇൻഫോം ചെയ്യുമോ ഇന്ന കളറായിരിക്കും താങ്കളിപ്പോൾ? ഇല്ല, ഞങ്ങളത് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും. അങ്ങനെ ഇതുണ്ടാക്കിയിട്ട് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ അതേ ഫ്രം അഡ്രസ്സ്, ടു അഡ്രസ്സ്, നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് എല്ലാം ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റിക്കർ അതിന് മുകളിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കോപ്പി പാർട്ടിക്ക് കൊടുക്കും, 2nd കോപ്പി വണ്ടിക്കൊപ്പം പോകും, 3rd കോപ്പി ഞങ്ങളുടെ കയ്യിൽ കൗണ്ടർ ഫയലിലിരിക്കും. അപ്പോൾ അവർക്ക് 56 ഐറ്റം ഉണ്ടെങ്കിൽ 56 ഐറ്റം 1 നമ്പർ TV, 2 നമ്പർ ക്ലോത്ത്സ്, 3 നമ്പർ ക്ലോത്ത്സ്, 4 നമ്പർ ക്ലോത്ത്സ് ഇങ്ങനെ അവർക്ക് ടിക്ക് ചെയ്തിറക്കാൻ പറ്റും ഈസി ആയിട്ട്. കളർ മാറിക്കഴിഞ്ഞാൽ ഒരു പാർട്ടി പറയും ഞങ്ങളുടെ ഇതിൻ്റെ യെല്ലോയാണ് വന്നത്, ഇതിപ്പോൾ വന്നത് റെഡ് ആണല്ലോ വന്നതെന്ന് പറയുമ്പോൾ ഇത് ഞങ്ങളുടെ അല്ല നോക്കുന്നത്. അതിൽ പേരും എഴുതിയിട്ടുണ്ട്. നമ്മൾ പേരും മുംബൈ ടു പാലക്കാടാണെങ്കിൽ പാലക്കാട് എന്ന് എഴുതിയിട്ടുണ്ട്, തിരുവനന്തപുരമാണെങ്കിൽ തിരുവനന്തപുരം എന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ക്ലിയർലി മനുഷ്യൻ ആർക്കും അറിയും. ഒരു പഠിത്തമില്ലാത്ത എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരാളാണെന്നിട്ട് ഈസിയായിട്ട് ഞങ്ങളുടെ പിള്ളേർക്ക് അത് ഇറക്കാൻ പറ്റും. അത് കളർ കണ്ടുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നാട്ടിലൊക്കെ യൂണിയൻകാരല്ലേ നോർമലി ഇറക്കുന്നത്. നാട്ടിൽ പോയിട്ട് ചിലപ്പോൾ നോക്കിക്കണേൽ കൂലി മേടിച്ചളയോ അല്ലേ നാട്ടിലെ കാര്യം. ഞങ്ങളെന്താ പറയുക, അവരെ കൂലി കൊടുത്താൽ അവർ പ്രോപ്പറായിട്ട് അത് ഹാൻഡിലിങ് ചെയ്യത്തില്ല. അവർക്കറിയത്തില്ല ഇതെന്താ സാധനം, ഇതെന്തുമാത്രം വിലയുള്ള സാധനമാണ്, TV ആണോ ഫ്രിഡ്ജാണോ. അവരവരുടെ രീതി കൊണ്ട് ഇങ്ങനെ ഇടുന്ന ഒരു രീതി, ആ ഒരു പേടിയേ ഉള്ളൂ. ഇപ്പം മനസ്സിലായോ? അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ പാക്കിംഗ് കറക്റ്റ് ആയിരിക്കില്ലേ? പാക്കിംഗ് കറക്റ്റ് ആണെങ്കിൽ പിന്നെ നമ്മളുടെ സ്റ്റാഫ് അവർ പിള്ളേർ പറയും, വണ്ടി പോകുമ്പോൾ ഡ്രൈവറും കാണും, ഒരു സൂപ്പർവൈസറും കാണും. അപ്പോൾ അവർ പറയും ചേട്ടാ സൂക്ഷിച്ചിറക്കണം, ഇത് TV ആണ്, ഇത് ഫ്രിഡ്ജാണ്, ഇത് സൂക്ഷിക്കണം, പാത്രങ്ങളാണ്.
പിന്നെ പാർട്ടിയോടൊന്ന് പറയും ഇത് ഇയാളെ ഒന്ന് ഫോളോ ചെയ്തോളാൻ പറയും, ഒന്ന് സൂക്ഷിച്ചോളാൻ പറയും, മനസ്സിലെ അത്രമാത്രം നമ്മൾ ഇവിടുന്ന് ഗൈഡൻസ് അവർക്ക് കൊടുക്കും, പാർട്ടിക്ക് ഇവിടുന്ന് കൊടുക്കും. ഒരു ഡീൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് പറഞ്ഞ് ഉറപ്പിക്കത്തില്ല. ഈ ഒരു 1 hour 2 hour ചില സമയത്ത് കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരും. ഫോണിൽ കൂടെ ആണെങ്കിലും നമ്മൾ അവർക്കൊരു സ്റ്റഡി ക്ലാസ് പോലെ തന്നെ ആയിരിക്കും. ഞങ്ങൾ എങ്ങനെ അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം ഈ സാധനം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെക്കാളും അവരുടെ ടെൻഷൻ യൂണിയൻകാർക്ക് എങ്ങനെ അവരെ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുന്നുള്ള യൂണിയൻകാരെ അതാണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ ഇറങ്ങിയെടുക്കും, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങളുടെ രാജ്യക്കാർ തന്നെ ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ എറണാകുളത്തുള്ള യൂണിയൻകാരാണ് വരുന്നത്, അല്ല കോട്ടയത്തൊന്നുമല്ല. അപ്പം അവരുടെ സമീപവാസികളായി ഇപ്പം ഇവർ പറഞ്ഞാൽ കുറേയൊക്കെ അവർ കേൾക്കും, പരിചയമുള്ള വീട്ടുകാരല്ലേ. ഇപ്പം ഞങ്ങൾ ബോംബെയിൽ നിന്നിട്ട് യൂണിയൻകാരോട് അവരോട് നമുക്ക് വഴക്ക് പിടിക്കാൻ പറ്റത്തില്ല. കാര്യം ഇവരല്ലേ തരുന്നത്, ചേട്ടൻ മിണ്ടതിരി അവരല്ലേ പൈസ തരുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ സപ്പോസ് 2000 രൂപ അല്ല 1000 രൂപയ്ക്ക് തീരേണ്ട ഒരു കേസാണ് ഞങ്ങൾ 5000 രൂപ ഡിമാൻഡ് ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇൻവോൾവ് ആകാത്ത പാർട്ടി. പിന്നെ നമ്മൾ അവരോട് സഹകരിക്കും. യൂണിയൻകാരില്ലെങ്കിൽ നമ്മൾ പിള്ളേരോട് പറഞ്ഞാവും വിടുന്നത്, നിങ്ങൾ തന്നെ അത് ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് അവർ ചെയ്യാറുണ്ട്. അതിൻ്റെ അകത്ത് അങ്ങനെ ഇതിലായിട്ട് ഇപ്പോൾ ഇവിടുന്ന് സാധനങ്ങൾ പോകുന്നത് ശരിക്കും കേരളത്തിലോട്ട് മാത്രം വേറെ സ്റ്റേറ്റ്സിലോട്ടൊക്കെ പോയി ഉണ്ട്. നമ്മൾ ആക്ച്വലി ബിഗിനിങ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, കേരളത്തിലോട്ട് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞങ്ങൾ ആദ്യ കാലത്ത് കൊണ്ടുപോയ കസ്റ്റമേഴ്സിൻ്റെ മക്കളൊക്കെ ഇപ്പോൾ പഠിച്ചിട്ട് അവരിങ്ങനെ TCS, ഇൻഫോസിസിൽ, വിപ്രോയിൽ ഇങ്ങനെയുള്ള കമ്പനികളിൽ, ചെന്നൈയിൽ, ബാംഗ്ലൂരിൽ, അഹമ്മദാബാദിൽ ഇങ്ങനെ അവരങ്ങോട്ട് പോകും. അപ്പോൾ നമ്മളുടെ മലയാളി പീപ്പിൾ തന്നെ അങ്ങോട്ട് പോകുമ്പോൾ അവരാദ്യം നമ്മളെ വിളിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ടൂടെ സർവീസ് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം വാഹനങ്ങൾ കഴിവതും ഞങ്ങൾ കേരളത്തിലോട്ട്, ബാംഗ്ലൂരിലോട്ട്, സൗത്ത് സൈഡിലോട്ടൊക്കെ ഉള്ളു. അപ്പോൾ നോർത്തിലോട്ടാണെങ്കിൽ നമുക്ക് അസോസിയേറ്റ്സ് ഉണ്ട് റെഗുലർ കൊണ്ടുവന്ന്. എല്ലാം നമ്മൾ ക്വാളിറ്റി അവരെ വേറെ വണ്ടി നമ്മൾ അവർക്ക് റേറ്റ് ഫിക്സ് ചെയ്ത് അൺലോഡ് ചെയ്ത് അൺപാക്ക് ചെയ്ത് കൊടുക്കും. അവിടെ കേരളം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും അൺലോഡ് ചെയ്തിട്ട് അൺപാക്ക് ചെയ്ത് കൊടുക്കും.